ഹലോ, ഞാൻ സുലു. ഇന്ന് ഡെൻഡ്രോബിയം സീഡ്ലിംഗ് തൈകളുടെ കോംബോ ഓഫറിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ വട്ടത്തെ കോംബോ ഓഫർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, ഒരുപാട് പേര് ചെടി വാങ്ങിച്ചു, ഒരുപാട് സെയിലുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന്. അപ്പോൾ ഈ ഒരാഴ്ചയും പുതിയ കുറച്ച് കളർ വെറൈറ്റി ഫ്ലവേഴ്സ് വന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെടികൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഡെൻഡ്രോബിയം സീഡ്ലിങ്സിൻ്റെ തൈകളാണ്. എല്ലാം കളർ വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ഫോട്ടോസ് കുറച്ച് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ ബാക്കിയുള്ളത് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഫോട്ടോസ് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, പല കളറിലുള്ള വെറൈറ്റീസ് ഓരോ ട്രേയിലായിട്ട് നമ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ് സീഡ്ലിങ്സ് എല്ലാം. അപ്പോൾ എല്ലാവരും ചോദിക്കും കളർ മാറിപ്പോയില്ലേ എന്നൊക്കെ. ഇപ്പോൾ എല്ലാത്തിലും ടാഗ് വരുന്ന ഇപ്പോൾ ഇത് ഓഫർ പ്ലാന്റ് ആണ്. സ്പെഷ്യൽ വെറൈറ്റീസ് എല്ലാം സെപ്പറേറ്റ് ടാഗ് ഉള്ളതുണ്ട്. ഇതിൽ ഒരെണ്ണത്തിൽ ഒരു കളർ വെറൈറ്റിക്ക് ഒരു ടാഗുമായിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഒരേ കളർ മാറാതിരിക്കാൻ നമ്മൾ പ്രത്യേകം നമ്പർ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമ്പറെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കളേഴ്സ് ഒന്നും മാറിപ്പോകത്തില്ല. ഇത് കണ്ടില്ലേ, നേരത്തെ ആദ്യം വാങ്ങിയ സീഡ്ലിങ്സ് തൈകളുടെയൊക്കെ കുറേ നാൾ മുമ്പ് ഞാൻ പോട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിൽ കണ്ടില്ലേ പൂവായി തുടങ്ങിയിരിക്കുന്നത്. ഇതുപോലെ പോട്ട് ചെയ്ത കളർ വെറൈറ്റീസ് മാറി വെച്ചാൽ കണ്ടില്ലേ, പലതും പല പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ഒരു പൂക്കളാണെന്ന് വിചാരിക്കരുത്. പലതും നമുക്ക് ചെടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചിലതിന് ഷെയ്ഡ് വ്യത്യാസമുണ്ട്, ഇലകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനൊക്കെ വ്യത്യാസമുണ്ട്, നമുക്ക് ചെടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ചിലർ പറയും ഒരു സ്റ്റെമ്മേ ഉള്ളൂ, ചില പ്ലാന്റിന് ഒരു സ്റ്റെമ്മേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ചില പ്ലാന്റിൽ അങ്ങനെയാണ്. നമ്മളൊരു സ്റ്റെം ഉണ്ടെങ്കിൽ കൂടി ചെടി നശിച്ചു പോകത്തില്ല. കണ്ടില്ലേ, ഇതിൽ ചെറിയൊരു തൈ വരുന്ന കണ്ടില്ലേ. ഇതുപോലെ ഒരു സ്റ്റെം ഉണ്ടെങ്കിലും നല്ല റൂട്ടും ഒരു സ്റ്റെമ്മും മതി നമ്മുടെ സീഡ്ലിങ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട്. ഇത് നമ്മൾ പോട്ട് ചെയ്യാതെ വെക്കുന്നതുകൊണ്ടാണ് ഇത്രയും ആയിട്ട് ഗ്രോത്തായി നിൽക്കുന്നത്. നമ്മൾ പോട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ വളങ്ങളും കൊടുക്കുമ്പോൾ ഗ്രോത്ത് വരുന്നത്. നമ്മളിപ്പോൾ കൊറിയർ ചെയ്യാൻ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പോട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്സ്റ്റിക് വെറൈറ്റിയാണ്. റെഡ് ഷെയ്ഡുള്ള വെറൈറ്റിയാണ്. ഈ ഇതിന് കണ്ടില്ലേ, നല്ല 3ഉം 4ഉം ബുഷായിട്ടുള്ള തണ്ടുകളുള്ള വെറൈറ്റിയാണിത്. ചില വെറൈറ്റിക്ക് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും, ചിലതിന് ഹൈറ്റ് കൂടിയത്, ചിലതിന് ഒരു തണ്ടേ ഉണ്ടാവുള്ളൂ. അത് ഓരോ കളറിൻ്റെ വെറൈറ്റിയും സൈസും അനുസരിച്ച് അതിൻ്റെ സീഡ്ലിങ്സിൻ്റെ സൈസിന് വ്യത്യാസം വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലർ ചോദിക്കും ഇതുപോലെ ഒരു തണ്ടേ ഉള്ളല്ലോ, ചെടി ചെറുതായി പോയല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഓരോ കളറിനനുസരിച്ച് മാറുന്നതാണ്. അല്ലാണ്ട് ഓരോരുത്തർക്കും മനഃപൂർവ്വം ചെറുതയക്കുന്നതല്ല കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്യുന്ന കളറിനനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസ് അങ്ങനെയുള്ളതാണ് നമ്മൾ അയക്കുന്നത്. ചില പ്ലാന്റ്സൊക്കെ നല്ല ഗ്രോത്ത് കൂടുതലും റൂട്ട് കൂടുതലുള്ളതാണ്. ഇതുപോലെ ചിലതിന് സ്റ്റെമ്മ് 3ഉം 4ഉം ബുഷായിട്ടുള്ളതായിരിക്കും, ചിലതിന് ഒരു സ്റ്റെമ്മേ ഉള്ളൂ. പക്ഷെ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും അത്. നമ്മൾ പോട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തൈ വരുന്നതാണ് പുതിയത്. ഇപ്പോൾ നമുക്ക് കളർ വെറൈറ്റീസ് മാറി കുറച്ച് പുതിയ വെറൈറ്റീസ് വേണമെങ്കിൽ 10 ചെടികൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ 5 5ൻ്റെ കോംബോ എടുത്തിട്ട് ബാക്കി പുതിയ സീഡ്ലിങ്സ് എടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റിന് ചെറിയ ചേഞ്ച് വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യാം. ഇനി പുതിയ സീഡ്ലിങ്സിൻ്റെ തൈകളും ആവശ്യമുണ്ടെങ്കിൽ അതും ഉണ്ട് കേട്ടോ. സെയിലിനായിട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും, അതുപോലെ ഫെലോപ്സിസ് ചെടികളുടെയും സെയിലും ഉണ്ട്. അതുപോലെ ഡെൻഡ്രോബിയം മെച്യൂർഡ് പ്ലാന്റ്സിൻ്റെയും സെയിലുണ്ട്. അപ്പോൾ കോൺടാക്റ്റ് ചെയ്ത് ഏതൊക്കെ ചെടികളാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അയച്ചു തരുന്നതാണ്. ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് 5 ചെടികൾ 600 രൂപയും കൊറിയർ ചാർജുമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് 10 ചെടികൾ എടുക്കുന്നെങ്കിൽ അതിന് 1000 രൂപ ഉണ്ടാവുള്ളൂ, അതിൽ കൊറിയർ ചാർജും കൂടെ വരത്തുള്ളൂ. അപ്പോൾ ഒരു പ്ലാന്റിന് 100 രൂപ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഓഫറാണ് നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരുപാട് പേര് വാങ്ങിച്ചത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ വീണ്ടും കുറച്ചും കൂടെ കളർ വെറൈറ്റി ഇറക്കിയതാണ്. അപ്പോൾ ഈ ചെടികൾ വേണ്ടവർ ഉറപ്പായിട്ടും നമുക്ക് മെസ്സേജ് ചെയ്യണം, ഓർഡർ എടുക്കണം. അപ്പോൾ ഒരുപാട് പേര് പ്ലാൻസ് ഇനിയും ഉണ്ടോ ചോദിച്ച് മെസ്സേജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ കോംബോ ഇറക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കളർ വെറൈറ്റിയും കൂടെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ട്. വേറെ നേരത്തെക്കാട്ടി കുറച്ചും കൂടെ കളേഴ്സ് നമ്മൾ പുതിയതായിട്ട് പ്ലാൻസ് വാങ്ങിച്ചത്.
ഈ സീഡ്ലിങ്സ് ചെടികളുടെ പോട്ടിങ്ങിനെ കുറിച്ചുള്ള എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ചയോടെ നമ്മൾ തുടങ്ങിയായിരുന്നു. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കൂടുതൽ കെയറിങ്ങിൻ്റെയും ചെടി വളർത്തുന്നതിൻ്റെ രീതികൾ ഓരോ എപ്പിസോഡായിട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോയിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്